നമസ്കാരം. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മധ്യപ്രദേശിൽ കോൺഗ്രസ് മികച്ച പ്രകടനം കാഴ്ചവെക്കും എന്ന പരാമർശവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് MPCC അധ്യക്ഷനായ ജിത്തു പട്വാരി. തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്തെ 29 ലോക്സഭാ സീറ്റുകളിൽ 15ലധികം സീറ്റുകൾ കോൺഗ്രസ് നേടും എന്നുകൂടി ഇദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. ലോക്സഭയിലേക്കുള്ള 29 സീറ്റുകളിലും വിജയിക്കുമെന്ന ഭരണകക്ഷിയായ ഭാരതീയ ജനതാ പാർട്ടിയുടെ അവകാശങ്ങൾ ഒരിക്കലും സഫലമാകാൻ പോകുന്നില്ല എന്നുകൂടി ജിത്തു പട്വാരിയുടെ ഭാഗത്തു നിന്നും ഒരു പരാമർശം ഉണ്ടായിരിക്കുന്നു. എന്തായാലും ഇത്തരത്തിലുള്ള ഒരു പരാമർശത്തിലേക്ക് കോൺഗ്രസിനെ നയിച്ചത് മറ്റൊന്നുമല്ല, കഴിഞ്ഞ നവംബറിൽ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ്. ആ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ വോട്ട് ഷെയറിന്റെ ഒരു വിഹിതം പറഞ്ഞുകൊണ്ടാണ് കോൺഗ്രസ് ഇത്തരത്തിലുള്ള അഭിപ്രായ പ്രകടനങ്ങളൊക്കെയും യാതൊരു ഉളുപ്പുമില്ലാതെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ 2023 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 230 അംഗ സഭയിൽ 163 സീറ്റുകൾ നേടിയാണ് BJP അവിടെ ഭരണ തുടർച്ച നേടിയത്. അവരുടെ വോട്ട് വിഹിതം എന്ന് പറയുന്നത് 48.62%. അതേസമയം തന്നെ 66 സീറ്റുകൾ നേടിയ കോൺഗ്രസിന്റെ വോട്ട് വിഹിതം 40.45%. ആ ഒരു വോട്ട് ഷെയറിന്റെ വിഹിതം പറഞ്ഞുകൊണ്ടാണ് കോൺഗ്രസ് ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ നടത്തുന്നത് എങ്കിൽ പോലും നമുക്കറിയാം നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ പ്രതിഫലിക്കുന്ന ഒരു ട്രെൻഡ് ആയിരിക്കില്ല ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാവുക. അതിന്റെ ഏറ്റവും മികച്ച ഉദാഹരണങ്ങളിലൊന്ന് നമ്മുടെ സംസ്ഥാനം തന്നെയാണ്. എന്തായാലും 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ കണക്കുകൾ കൂടി പരിശോധിക്കുമ്പോൾ ഇത് കുറച്ചുകൂടി വ്യക്തമാവും. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവിടെ കോൺഗ്രസിന് നേടാനായത് ഒരു സീറ്റ് മാത്രമാണ്. ബാക്കി 28 സീറ്റിലും വിജയിച്ചു കയറിയത് ഭാരതീയ ജനതാ പാർട്ടി തന്നെയായിരുന്നു. കമൽനാഥിന്റെ മകൻ നകുൽനാഥ് മാത്രമാണ് ചിത്വാര സീറ്റിൽ നിന്നും വിജയിച്ചിരിക്കുന്നത്. അത് കോൺഗ്രസിന്റെ കോട്ടയായി കണക്കാക്കപ്പെടുന്ന ഒരു സീറ്റാണ്. ആ സീറ്റ് മാത്രമാണ് 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മധ്യപ്രദേശിൽ കോൺഗ്രസിന് നേടാൻ സാധിച്ചത്. എന്തായാലും കഴിഞ്ഞ തവണത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കമൽനാഥിന്റെ ഭാഗത്തു നിന്നുള്ള ചില സുപ്രധാന നീക്കങ്ങൾ ഉണ്ടായിരുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ശ്രീരാമനെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കളത്തിലിറക്കുക എന്നത് തന്നെയായിരുന്നു. കമൽനാഥ് BJPക്കും ഒരു മുഴം മുന്നേ എറിഞ്ഞുകൊണ്ട്, അതായത് അയോധ്യ ഉടൻ തന്നെ സഫലമാകുമെന്ന് അറിയാവുന്നത് കൊണ്ട് തന്നെയാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ശ്രീരാമനെ കളത്തിലിറക്കിയത്. പക്ഷേ കോൺഗ്രസിന്റെ അത്തരത്തിലുള്ള തന്ത്രങ്ങളൊന്നും തന്നെ ആ മണ്ണിൽ വിലപ്പോയില്ല. രാജീവ് ഗാന്ധി ഉൾപ്പെടെയുള്ള ആളുകളാണ് അയോധ്യ സാക്ഷാത്കരിക്കാൻ മുന്നിൽ നിന്നത് എന്നുള്ള പരാമർശം പോലും പലപ്പോഴും മധ്യപ്രദേശിലെ കോൺഗ്രസ് നേതാക്കളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നു. എന്തായാലും കോൺഗ്രസ് BJP നേരിട്ട് പോരാടുന്ന അപൂർവം സംസ്ഥാനങ്ങളിലൊന്ന് മധ്യപ്രദേശ് തന്നെയാണ്. നിയമസഭയിൽ പാളിയ തന്ത്രം ലോക്സഭയിൽ ആവർത്തിക്കാതിരിക്കാനുള്ള എല്ലാ കരുതലും കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്ന് ഉറപ്പാണ്. അതേസമയം തന്നെ BJPക്ക് അവിടെ ഭരണ തുടർച്ച നൽകുന്ന ആത്മവിശ്വാസം ചെറുതല്ല. കഴിഞ്ഞ തവണ BJP തൂത്തുവാരിയ സംസ്ഥാനമാണ് മധ്യപ്രദേശ്. ഹിന്ദി ഹൃദയഭൂമിയിൽ അതുകൊണ്ട് തന്നെ ചടുലമായ നീക്കങ്ങൾ ഉണ്ടാകുമെന്ന് ഉറപ്പിക്കാം. ന്യൂസ് ഡെസ്ക് ന്യൂസിന്റെ മലയാളം.